നമ്മൾ ബദർ അനുസ്മരണം നടത്തുന്നു. എന്തിനാണ് ഈ ബദർ അനുസ്മരണം? എന്തിനാ ബദരീങ്ങളെ ഓർക്കുന്നത് എന്ന് ചോദിക്കുന്നവരുണ്ട്. എന്തിനാണ് ബദരീങ്ങളെ ഓർക്കുന്നതും പറയുന്നതും? വിശുദ്ധ ഖുർആൻ പറഞ്ഞതുകൊണ്ട്. വിശുദ്ധ ഖുർആൻ ബദർ സ്മരണ നടത്താൻ പറഞ്ഞിട്ടുണ്ട്. ബദരീങ്ങളുടെ കഥ ഓർക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് കിട്ടിയ നിഅ്മത്തിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴേ നിങ്ങൾ ഈ നിഅ്മത്ത് തന്ന റബ്ബിനോട് നന്ദിയുള്ളവരാകൂ എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. എവിടെയാണത്? സൂറത്തുൽ അംഫാൽ 26. വദ്കുറൂ ഇദ് അൻതും ഖലീലും മുസ്തദ്അഫൂന ഫിൽ അർദ് തഖാഫൂന അൻ യതഖത്തഫകുമുൻ നാസു ഫആവാകും വഅയ്യദകും ബിനസ്രിഹി വറസഖകും മിനത്വയ്യിബാതി ലഅല്ലകും തഷ്കുറൂൻ. ബദരീങ്ങളുടെ ചരിത്രം പറയണം, ഓർക്കണമെന്ന് എവിടെയെങ്കിലും പറയാനുണ്ടോ? എവിടെയെങ്കിലും പറയുന്നുണ്ടോ? ഖുർആൻ പറയുന്നു. ഈ സദസ്സിലുള്ള മുതഅല്ലിമീങ്ങൾ, ഉസ്താദുമാർ, അവരോടൊക്കെ നിങ്ങൾ ചോദിച്ചു നോക്ക്. സ്റ്റേജിലുള്ള ഉസ്താദുമാർ, അവരോടൊക്കെ ചോദിച്ചു നോക്ക്, എന്താണ് ഈ വാക്കിൻ്റെ അർത്ഥം? വദ്കുറൂ, നിങ്ങൾ ഓർക്കണം. ഇതന്നെയാണ് സ്മരണ, ഇതന്നെയാണ് ബദർ സ്മരണ, ബദർ സ്മൃതി, ബദർ സ്മരണ എന്നൊക്കെ പറയുന്നത് ഇതിനെന്നെയാണ്. നിങ്ങൾ ഓർക്കണം. ഇദ് അൻതും ഖലീലും മുസ്തദ്അഫൂന ഫിൽ അർദ്, നിങ്ങൾ ഒരു പിടി ആളുകൾ ഭൂമിയിൽ വളഞ്ഞിട്ട് ആക്രമിക്കപ്പെട്ടിരുന്ന കാലം. വദ്കുറൂ ഇദ് അൻതും ഖലീൽ, നിങ്ങൾ വളരെ തുച്ഛയുള്ളായിരുന്നു. മുസ്തദ്അഫൂന ഫിൽ അർദ്, ഭൂമിയിൽ അടിച്ച് തകർക്കപ്പെടുന്നവരായിരുന്നു. നിങ്ങൾ ദുർബലരായിരുന്നു. നിങ്ങൾ മുസ്തദ്അഫീൻ, ദുർബലരായിരുന്നു. വളഞ്ഞിട്ട് ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. തിരിച്ചടിക്കാൻ നിങ്ങൾക്ക് സാധിക്കൂലായിരുന്നു. ആ ഒരു കാലഘട്ടം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. തഖാഫൂന അൻ യതഖത്തഫകുമുൻ നാസ്, ശത്രുക്കൾ ഒന്നടങ്കം നിങ്ങളെ തുടച്ച് വൃത്തിയാക്കി പോകുമോ എന്ന് നിങ്ങൾ ഭയപ്പെടുന്ന കാലം. മഹാഭൂരിപക്ഷം വരുന്ന ശത്രുക്കൾ കാണുന്നിടത്തൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ 13 കൊല്ലം മുസ്ലിമീങ്ങൾ ആക്രമിച്ചു. 13 കൊല്ലം. അന്ന് അവര് മുസ്ലിമീങ്ങളെ ശത്രുപക്ഷം എപ്പോഴോ റാഞ്ചിക്കൊണ്ടുപോകും, തുടച്ചു നീക്കും എന്ന് പേടിച്ചു നിൽക്കുന്ന ഒരു അന്തരീക്ഷം. എപ്പോഴും ഈ ഒരു ഭീതിയുടെ നിഴലിലാണ് ഇവർ കഴിഞ്ഞിരുന്നത്. ഖുർആൻ പറയാണ്, എത്ര ശരിയാണത്. ആലു യാസിർ, യാസിർ കുടുംബത്തെ മാത്രം ഓർക്കുക. അമ്മാർ ഇബ്നു യാസിർ, യാസിർ റളിയല്ലാഹു അൻഹു, ബീവി സുമയ്യ റളിയല്ലാഹു അൻഹ, മകൻ അമ്മാർ റളിയല്ലാഹു അൻഹു, ഉമ്മയും ബാപ്പയും മോനും. എത്രയാ അനുഭവിച്ചത്. ഇത് അൻതും ഖലീലും മുസ്തദ്അഫൂന ഫിൽ അർദ്. അവിടെ ചിന്തിക്കേണ്ടത് ഈ കഥകളാ. ഇതാ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് സുഹൃത്തുക്കളെ. എങ്ങനെ നമ്മൾ പറയാ? നമ്മൾ ആ ഒരൊറ്റ വരിയിൽ നിന്ന് തങ്ങി നിൽക്കും. സമയം കഴിഞ്ഞു പോകും. അപ്പോഴേക്ക് ഇത് അൻതും ഖലീലും മുസ്തദ്അഫൂന ഫിൽ അർദ്. ആലു യാസിർ, യാസിർ കുടുംബം വിശ്വസിച്ചു. ഇവർ അടിമകളാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഉടമകളായ യജമാനന്മാരായ ശത്രുക്കൾ ഇവരെ വിശ്വാസത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള സർവ്വ ശ്രമവും നടത്തി. പരാജയപ്പെട്ടു. യാസിർ കുടുംബത്തെ എന്താണ് കണ്ടത്? യാസിറും സുമയ്യയും ഈ ദമ്പതികളുടെ മകൻ അമ്മാറും 3 പേരും ദ്രോഹിക്കപ്പെടുകയാണ്. എങ്ങനെയാണ് ദ്രോഹിക്കപ്പെടുന്നതെന്നറിയോ? ഇദാ ഹമിയത്തിർ റംലാഉ ഫയുഅദ്ദിബൂനഹും ബിഹർരിഹാ, വെയിലുദിച്ച് ചൂടാവാൻ കാത്തു നിൽക്കും. മണൽ ഭൂമിയല്ലേ. ഇദാ ഹമിയത്തിർ റംലാഉ, മണൽ ഭൂമി ചുട്ടുപൊള്ളുന്ന നേരമായാൽ യുഅദ്ദിബൂനഹും ബിഹർരിഹാ, ആ മണൽ ഭൂമിയിൽ മലർത്തിക്കിടത്തും ഡ്രസ് ഇടാതെ. ഇതിൻ്റെ ഗൗരവം അറിയണമെങ്കിൽ ഇന്ന് മക്കയിൽ നിന്ന്
മസ്ജിദുൽ ഹറാമെന്ന് നിസ്കാരം കഴിഞ്ഞിട്ട് പുറത്തിറങ്ങുമ്പോൾ ചെരുപ്പ് കിട്ടാതെ റൂമിക്കൊന്ന് പോയി നോക്കണം. കഴിഞ്ഞ ഹജ്ജിനല്ല, അതിൻ്റെ മുമ്പത്തെ ഹജ്ജിന് നമ്മുടെ കൂടെയുള്ള ഒരു ഹാജി, ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോൾ തന്നെ പറഞ്ഞതാണ്, കഴിഞ്ഞ കൊല്ലം പ്രത്യേകിച്ചും പറഞ്ഞു, അതിന് മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഒരു കാരണവശാലും ചെരുപ്പില്ലാതെ ചവിട്ടരുത്. അവിടെ മത്രൂക്കായ ഉപേക്ഷിക്കപ്പെട്ട ഒരുപാട് ചെരുപ്പുകൾ ഉണ്ടാവും, അതിലൊന്നിട്ട് പോന്നുകൊണ്ട്, എന്നാലും ചെരുപ്പില്ലാതെ നിൽക്കരുത് എന്ന്. ഇയാൾ ഉംറ കഴിഞ്ഞ് തവാഫ് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ചെരുപ്പ് കാണുന്നില്ല, നഷ്ടപ്പെട്ടിരിക്കുന്നു. അപ്പം മറ്റൊരു ചെരുപ്പ് എടുക്കാനും ഉംറക്ക് വന്നുകാണ്ട് വേറൊരു ചെരുപ്പ് എടുക്കാനാവില്ല. ഇയാൾക്ക് കുറച്ച് ഇഖ്ലാസ് കൂടിയതാ. ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്, അതിന് പറ്റുന്ന ചെരുപ്പുകൾ അവിടെ ഉണ്ട്, ആർക്കും വേണ്ടാത്തത് അതിൽ ഒന്ന് ചവിട്ടിയാൽ മതി. ഇനി ഒന്നുമില്ലെങ്കിൽ, ഇദ്ദേഹം ഒരു മുസ്ലിയാരായിരുന്നു, അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഓയിൽ മുണ്ടെങ്കിലും പൊട്ടിച്ചിട്ട് 2 കാലിൽ ചുറ്റിയിട്ടെങ്കിലും നടക്കേണ്ടിയിരുന്നു. ഇതൊക്കെ ആദ്യം പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇതൊന്നും കേട്ടില്ല, അങ്ങ് നടന്നു, പൊള്ളിയിട്ട് ചാടിക്കളിച്ച് നടന്നു. സുബ്ഹാനല്ലാഹ്, റൂമിലെത്തിയപ്പോഴേക്ക് കാല് മുഴുവനും തകർന്നു, പൊള്ളച്ചു വന്നു കാല്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ മൊത്തം പോയിരിക്കുന്നു. അവർ കത്രിക വെച്ച് അങ്ങ് മുറിച്ചിട്ട് കാലിൻ്റെ ഉൾഭാഗം, അടിഭാഗം, തോല് മുഴുവനും ഇങ്ങോട്ട് പൊളിച്ചു. പച്ചമാംസം നല്ലോണം ബന്ധമായിട്ട് കെട്ടി. ആ മനുഷ്യൻ്റെ ഹജ്ജിൻ്റെ കഥ എന്തായിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇത് ഹജ്ജിൻ്റെ മുമ്പാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇത്തരത്തിലുള്ള ഒരു അനുഭവം അന്ന് അദ്ദേഹത്തെ ഹജ്ജിൻ്റെ എല്ലാ അഴ്മാലിനും തള്ളിക്കൊണ്ട് നടന്ന 2 സുഹൃത്തുക്കളുണ്ട് പരപ്പനങ്ങാടിയിലുള്ള. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ, കാരണം അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട് അവർ. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത്, ഒന്ന് ചിന്തിച്ചു നോക്ക് സഹോദരങ്ങളെ, ഇത്രയും കടുത്ത ചൂടുള്ള മണ്ണില് മലർത്തി അങ്ങ് കിടത്തിയാലുള്ള അവസ്ഥ എന്തായിരിക്കും? ഇങ്ങനെയാണ് ഇവരെ ശിക്ഷിച്ചിരുന്നത്. കഴിഞ്ഞില്ല, തീ കനലുകൾ പാകി വെക്കും, തീ കനലുകൾ ഇങ്ങനെ ഒതുക്കി ഒതുക്കി വെക്കും. എന്നിട്ട് ഇവരെ എടുത്തിട്ട് സുമയ്യ ബീവിയെ, യാസിർ റളിയല്ലാഹു അൻഹുവിനെ, അമ്മാർ റളിയല്ലാഹു അൻഹുവിനെ എടുത്തിട്ട് ഈ തീയിൻ്റെ ഇരുമ്പിൻ്റെ ചട്ടയിൽ ഇവരെ ആദ്യം ഇരുമ്പിൻ്റെ ചട്ടയിൽ കൂട്ടും. ഇരുമ്പിൻ്റെ ചട്ടയിൽ ഇവരെ ആ ഫ്രെയിമിൽ ഇവരെ ശരിക്ക് കൂട്ടി വെക്കും. എന്നിട്ട് ഈ തീക്കനലിൻ്റെ മുകളിലേക്ക് എടുത്തു വെക്കും. തീക്കനലിൻ്റെ മുകളിലേക്ക് എടുത്തു വെക്കും. നേരെ ശരീരത്തിലേക്കല്ല, ഇരുമ്പ് ചട്ടക്കുള്ളിൽ ഇവരെ ആദ്യം പാക്ക് ചെയ്യും. എന്നിട്ട് തീക്കനലിൻ്റെ മേലെ വെക്കും. ഇത് പൊള്ളിക്കഴിഞ്ഞാൽ ശരീരത്തിലേക്ക് ചൂട് വരും. അങ്ങനെ വെന്ത മാംസത്തിൻ്റെ ഗന്ധം പുറത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ അവർ പെട്ടെന്ന് എടുത്തിട്ട് തട്ടി പൊളിച്ച് മാറ്റി നിർത്തും. വെന്ത ശരീരത്തിലേക്ക് മരിക്കാൻ സമ്മതിക്കൂല, കാരണം യജമാനന്മാർക്ക് നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും. ഇങ്ങനെ കഷ്ടപ്പെടുത്തി, ഞാൻ പറയുന്നത് 1000 ബദർ നിങ്ങൾ ഒരുമിച്ച് അവതരിപ്പിച്ചാലും ഈ 13 കൊല്ലത്തെ യാതനകൾ പറഞ്ഞാൽ പിന്നെ ഏറൂല. അതില്ലാതെ ഇത് വളരെ പ്രതിസന്ധിയുള്ളതാക്കിയത്. ബദർ പറഞ്ഞിട്ട് മറ്റുള്ളവരുടെ മനസ്സിന് വ്രണമേൽക്കുന്നു എന്ന് പറഞ്ഞത് എവിടെയാ? അത് ഞാൻ തുറന്നു പറയാണ്, ഈ കഥാപ്രസംഗകരാണ് ഇവിടുത്തെ പ്രതികൾ. കാരണം അവർ ബദർ തുടങ്ങൽ ബദർന്ന്, പിന്നെ അവരവതരിപ്പിക്കൽ ബദറിൽ നടന്നതുമല്ല, ബദറിൽ നടക്കാത്തതാ. ബദറിൽ നടക്കാത്തതാണ്. ആട് വെട്ടുന്ന ഒച്ചക്കെ കണ്ടുണ്ടാക്കിയ മൂപ്പരെ കേട്ടിരുന്നു തോന്നിപ്പോവും. അക്കോലത്തിൽ എന്തിനാണ് ഈ പാവങ്ങളുടെ, എന്തിനാണ് മറ്റുള്ളവരുടെ വികാരം ഇളക്കുന്നത്? എന്നാൽ ഇത്തരം പശ്ചാത്തലങ്ങളൊന്നുമില്ല. ഈ പശ്ചാത്തലങ്ങൾ പറഞ്ഞിട്ട് 1000 ബദർ ഒരുമിച്ച് അവതരിപ്പിച്ചാലും ആർക്കും മുസ്ലിമീങ്ങള് അധികപ്പറ്റ് ചെയ്തു എന്ന് പറയൂല, ഇത്രേ ചെയ്തുള്ളൂ എന്നേ ചോദിക്കുള്ളൂ. ഇവരുടെ കാലിൽ ചങ്ങല വീണിട്ട് രാത്രി ഉറക്കമില്ലാതെ അസ്വസ്ഥനായിട്ട് എഴുന്നേറ്റ് നടന്നോ മുഹമ്മദ്? അങ്ങനെ ചോദിക്കുള്ളൂ. കാരണം അവരാദ്യം ചെയ്ത അക്രമങ്ങൾ പറയണം. എന്നിട്ട് അവരുടെ കാലിൽ ചങ്ങല വീണതിന് റസൂലുള്ള ഉറങ്ങാതെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണ രംഗം പറയണം. ബദറിൽ ബന്ദികളായ ആളുകളുടെ ചങ്ങല അഴിക്കാൻ വേണ്ടിയാ റസൂലുള്ള രാത്രി ഉറങ്ങാതെ നടക്കുന്നത്. മനുഷ്യ മക്കളുടെ കാലിൽ ചങ്ങല ഇടുകയെന്നാ റസൂലുള്ള ചോദിച്ചത്.
അപ്പൊ ആരോ ചോദിച്ചു, റസൂലുള്ളാഹി തങ്ങളുടെ എളാപ്പ കൂട്ടത്തിലുണ്ടായിരുന്നു, അബ്ബാസ് തങ്ങൾ. അപ്പൊ ചോദിച്ചു, നബിയെ, എളാപ്പാന്റെ കാലിൽ ചങ്ങല വീണതാണ് പ്രശ്നമെങ്കിൽ എളാപ്പാനെ അങ്ങ് അഴിച്ചുവിടാം. നബി തങ്ങൾ പറഞ്ഞു, എന്റെ ബന്ധുവായ ബന്ധിയല്ല എന്റെ പ്രശ്നം, ഇതൊക്കെ മനുഷ്യന്റെ മക്കളല്ലേ, എല്ലാവരുടെയും കെട്ടഴിക്കണം. സയ്യിദുനാ റസൂലുള്ളാഹി മനുഷ്യപ്പറ്റ് ഒരിക്കലും മരവിക്കാത്ത മനസ്സായിരുന്നു മുത്തുനബിയുടെ മനസ്സ്. ഇങ്ങനെയൊക്കെ ദ്രോഹിച്ചവരോട് എത്ര മാന്യായിട്ടാണ് റസൂലുള്ള പെരുമാറിയത്. അപ്പൊ ഈ യാസിർ കുടുംബത്തെ വളഞ്ഞിട്ട് ആക്രമിക്കണം. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ചരിത്രം നമുക്ക് കാണാം. ഈ യാസിറും അമ്മാറും ഉമ്മ, അമ്മാറിന്റെ ഉമ്മ സുമയ്യ ബീവിയും, 3 പേരും ഇങ്ങനെ വെന്ത മാംസം അതിലേക്ക് ഇങ്ങനെ ഊതിയിട്ട് ഇങ്ങനെ സമാധാനിക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂല് അതുവഴി ഇങ്ങനെ കടന്നുപോയി. അപ്പൊ അള്ളാഹുവിന്റെ റസൂലിന്റെ മുഖത്തേക്ക് ഇവർ ദയനീയമായൊരു നോട്ടം നോക്കി. അള്ളാഹിന്റെ റസൂലിന്റെ ഒപ്പം കൂടിയതിനാണ് ഈ ശിക്ഷയൊക്കെ ഏറ്റുവാങ്ങുന്നത്. നബിതങ്ങളുടെ മനസ്സങ്ങ് വല്ലാതെ പിടച്ചുപോയി. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനസ്സങ്ങ് പിടച്ചുപോയി. മുത്തു നബി തങ്ങളെ ഉടനെ തന്നെ പറഞ്ഞു, സബ്റൻ ആല യാസിർ ഫഇന്ന മൗഇദകുമുൽ ജന്ന. സയ്യിദുനാ റസൂലുള്ളാഹി നബി തങ്ങൾ പറഞ്ഞു, യാസിർ കുടുംബമേ, ക്ഷമിക്കൂ, വേറൊന്നും പറയാനില്ല. തിരിച്ചടിക്കാൻ അള്ളാഹു സമ്മതം തന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ധീരനായ നബി തങ്ങൾ അതിനുള്ള ഏർപ്പാട് നോക്കും. പേടിച്ചിട്ടല്ല തിരിച്ചടിക്കാത്തത്, അള്ളാന്റെ സമ്മതമല്ലാത്തത് കൊണ്ടാണ്. യാസിർ കുടുംബമേ, നിങ്ങൾ ക്ഷമിക്കണം. അപ്പൊ നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാകും, നിങ്ങളെ കണ്ടിട്ട് എനിക്ക് വിഷമമുണ്ട്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് പറഞ്ഞാൽ നിങ്ങൾ വിജയിക്കുന്നു ഞങ്ങളെ പറഞ്ഞു പഠിപ്പിച്ചു. ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു. അങ്ങനെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആദ്യത്തെ അനൗൺസ്മെന്റ് അല്ലേ? അന്ന് മക്കയിൽ നിന്ന് തന്റെ പ്രിയപ്പെട്ട കുടുംബക്കാരെയും വേണ്ടപ്പെട്ടവരെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞതാണ്, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂ, എങ്കിൽ നിങ്ങൾക്ക് വിജയമുണ്ട്, തുഫ്ലിഹു, നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും എന്നല്ലേ മുത്തുനബി പറഞ്ഞത്? നബിയെ, ഇതാണോ വിജയം? ഈ കഷ്ടപ്പാടും പ്രയാസവുമാണോ തങ്ങളെ വിജയം എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചു പോകരുത് മക്കളെ. ഫഇന്ന മൗഇദകുമുൽ ജന്ന. നിങ്ങൾക്ക് ഞാൻ വിജയവും സഹായവും വാഗ്ദാനം ചെയ്ത ഭൂമി. നിങ്ങൾക്ക് സമാധാനമുണ്ട് മക്കളെ, വിജയമുണ്ട്. പക്ഷേ അത് വാഗ്ദാനം ചെയ്ത ഭൂമി അൽ ജന്ന, നാളെ സ്വർഗമാണ് മക്കളെ. നിങ്ങൾ വിഷമിക്കരുത് എന്ന് പറഞ്ഞപ്പോ യാസിർ റളിയല്ലാഹു അൻഹുവും കുടുംബവും, ആലു യാസിർ സബ്റൻ ആല യാസിർ ഫഇന്ന മൗഇദകുമുൽ ജന്ന എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിഷമത്തോടെ പറഞ്ഞപ്പം യാസിർ ധീരമായിട്ട് യാസിർ കുടുംബം പ്രതികരിച്ചു, യാ റസൂലല്ലാഹ്, അവിടെ ഞങ്ങൾക്ക് വിജയം തങ്ങൾ പ്രഖ്യാപിക്കുന്നുവെങ്കിൽ ഇവരുടെ ഈ തീക്കളി ഞങ്ങൾക്ക് പുല്ലാതങ്ങളെ. ഒരു പ്രശ്നവുമില്ല, ഇല്ല, ഞങ്ങളെ ഈമാൻ ഞങ്ങൾ തകർക്കില്ല. വദ്കുറൂ ഇദ് അൻതും ഖലീലുൻ മുസ്തദഅഫൂന ഫിൽ അർദ്. അതിൽ ഒരു രംഗ ഞാൻ പറഞ്ഞത്. ഇനി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ പീഡിപ്പിക്കപ്പെട്ടതുണ്ട്. സിന്നീറ റളിയല്ലാഹു അൻഹായെ പീഡിപ്പിക്കപ്പെട്ടതുണ്ട്. ഖാലിദ് ഇബ്നു സഈദ് റളിയല്ലാഹു അൻഹുവിനെ പീഡിപ്പിച്ച കഥ പറയാനുണ്ട്. ഖബ്ബാബ് ഇബ്നുൽ അറത്ത് റളിയല്ലാഹു അൻഹുവിനെ പീഡിപ്പിച്ച കഥ പറയാനുണ്ട്. അബൂ ഫുകൈഹ റളിയല്ലാഹു അൻഹുവിനെ പീഡിപ്പിച്ച കഥ പറയാനുണ്ട്. മുസ്അബ് ഇബ്നു ഉമൈർ തങ്ങളെ പീഡിപ്പിച്ച കഥ പറയാനുണ്ട്. സുബൈർ ഇബ്നുൽ അവ്വാം അവരുടെ കഥ പറയാനുണ്ട്. തൽക്കാലം നിങ്ങൾ എന്നോട് ക്ഷമിക്കുക, സമയം അനുവദിക്കുന്നില്ല. ബദർ മൗലിദ് നമുക്ക് 5 ദിവസം കൊണ്ട് തീരണ്ടേ ഈ ദിവസങ്ങളെ കൊണ്ട്. അതുകൊണ്ട് നമ്മൾ ആദ്യം ചൊല്ലിവെച്ച ആ വരി പറഞ്ഞപ്പോൾ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് ബദരീങ്ങളെ പറ്റി. കണ്ടോ, നിങ്ങൾ വളരെ കുറഞ്ഞ് ഭൂമിയിൽ ദുർബലരായിരിക്കെ, അടിച്ചമർത്തപ്പെട്ടുകൊണ്ടിരിക്കെ, തഹാഫൂനാസ്, ജനങ്ങൾ നിങ്ങളെ റാഞ്ചിക്കൊണ്ടു പോകുമോ എന്ന് നിങ്ങൾ ഭയപ്പെടുന്ന സാഹചര്യത്തിൽ ഫആവാക്കും, നിങ്ങൾക്ക് സുരക്ഷിതമായ ഒരു മേഖലയിലേക്ക് അഭയം നൽകി നിങ്ങളെ മദീനയിലെത്തിച്ചു. വഅയ്യദകും ബിനസ്രി, അല്ലാഹുവിന്റെ പ്രത്യേക സഹായം കൊണ്ട് നിങ്ങളെ അവൻ ശക്തിപ്പെടുത്തി.
ബദറിലൂടെ നിങ്ങളെ അവൻ ശക്തിപ്പെടുത്തി, സാമ്പത്തികമായും അതുപോലെ തന്നെ ശത്രുവിന്റെ മനസ്സിൽ ഭയം സൃഷ്ടിച്ചുകൊണ്ടും. വഅയ്യദകും ബിനസ്രി, ഈ ആയത്തിന്റെ തഫ്സീറിൽ മുഴുവൻ ആളുകളും പറഞ്ഞു അത് ബദറിലൂടെയാണ്. വഅയ്യദകും ബിനസ്രിഹി ബിബദരിൻ. എല്ലാവരും എഴുതി വറസഖകും മിനത് ത്വയ്യിബാത്ത്. അന്ന് മക്കയിൽ നിന്ന് ഇവർ പിടിച്ചടക്കിയ സ്വത്തിന്റെ ചെറിയ ഒരു ഭാഗമെങ്കിലും, മുഴുവനില്ല, ചെറിയൊരു ഭാഗം. പലപ്പോഴും തെറ്റിദ്ധരിപ്പിക്കാറുണ്ട് കേട്ടോ ഇത് പറഞ്ഞിട്ട്. സത്യത്തിൽ ബദർ നടന്നത് സമ്പത്ത് പിടിച്ചടക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് എന്ന് ഒരാൾ പ്രസംഗിക്കുന്നത് കേട്ടു. ഇസ്ലാമിന്റെ ചരിത്രം അറിയാത്ത ഒരാൾ. പിടിച്ചടക്കാനല്ല, തിരിച്ചു പിടിക്കാൻ പോയതാ. നമ്മളിപ്പോൾ ഇവിടെ വായിച്ചു പോയ മുസ്അബ് ഇബ്നു ഉമൈർ വലിയ മുതലാളിയായിരുന്നു. ഒരു കൂട്ടം തുണി മാത്രം കൊടുത്തിട്ടാണ്, ഒറ്റ തുണി കൊടുത്തിട്ടാണ് മദീനയിലേക്ക് യാത്രയാക്കിയത്. ബാക്കിയൊക്കെ അവിടെ പിടിച്ചു വെച്ചു അവർ. മദീനയിലേക്കുമല്ല, ആദ്യം എത്യോപ്യയിലേക്കാണ് ഹിജ്റ, ഒന്നാമത്തെ ആ കൂട്ടത്തിലാപ്പെട്ടു. പിന്നെ മദീനയിൽ വന്നപ്പം ആട്ടും തോല് നടുത്തുളച്ച് അത് തലയിലൂടെ ഇറക്കി കഴുത്തിൽ ഇട്ട് അതുകൊണ്ട് നാണം മറക്കാൻ പാടുപെടുന്ന മുസ്അബ് ഇബ്നു ഉമൈറിനെ കണ്ടപ്പം മുത്തുനബി മദീനയിലെ പള്ളിയുടെ മൂലയിലേക്ക് ഇങ്ങനെ ചൂണ്ടിയിട്ട് പറഞ്ഞു, ഉൻദുറൂ ഇലാ ഹാദർ റജുൽ കൈഫ സനഅ ബിഹിൽ ഈമാൻ. ഈ മനുഷ്യനെ ഒന്ന് നോക്ക്, ഇയാളിൽ ഈമാൻ വരുത്തിയ പരിവർത്തനങ്ങൾ വേണമെങ്കിൽ നോക്ക്. ആരായിരുന്നു ഇദ്ദേഹം? മാ റഅയ്തു ഫതൻ മാ റഅയ്തു ബിമക്കത ഫതൻ അഅസ്സ മിൻ സയ്യിദുനാ റസൂലുള്ളാഹി. മക്കയിൽ ഇയാളെക്കാൾ അടിച്ച് പൊളിച്ച് നടക്കുന്ന ഒരു സമ്പന്നനായ ചെറുപ്പക്കാരനെ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. അള്ളാഹിന്റെ റസൂൽ ഇപ്പതാ ഒരു ഉടുമുണ്ടിന് വകയില്ലാതെ ആട്ടും തോലണിഞ്ഞ് നിൽക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ. ഈമാനാണ് അദ്ദേഹത്തെ ഇക്കോലത്തിൽ ഫക്കീറാക്കി കളഞ്ഞത്. അപ്പോഴും ഈമാൻ സംരക്ഷിക്കണമെന്ന ബോധം സയ്യിദുനാ റസൂലുള്ളാഹി. അപ്പൊ അതാണ് ഇവരുടെ ലോകം. അത് നമ്മൾ മറന്നു പോകരുത് എന്നാ പറഞ്ഞത്. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞത് ചിന്തിക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു വറസഖകും മിനത് ത്വയ്യിബാത്ത്. അന്ന് നിങ്ങളിൽ നിന്ന് പിടിച്ചെടുക്കപ്പെട്ട സമ്പത്തിന്റെ ചെറിയ ഒരു ശതമാനം നിങ്ങൾക്ക് തിരിച്ചു തന്നു. വറസഖകും മിനത് ത്വയ്യിബാത്ത്, വിശുദ്ധമായ സമ്പത്ത് നിങ്ങൾക്ക് നൽകി, സൗകര്യങ്ങൾ നൽകി. അതെന്താണ്? തഫ്സീർ ഗ്രന്ഥങ്ങൾ ഈ ആയത്തിൽ എഴുതുന്നു, ഐ മിൻ ഗനാഇമി ബദർ. ബദറിലെ ഗനീമത്ത് സ്വത്തുക്കളിൽ നിന്ന് നിങ്ങൾക്കത് തിരിച്ചു തന്നു. അപ്പൊ ആ ഒരു കാലഘട്ടം, മക്കയിലെ 13 കൊല്ലത്തെ യാതനകൾ, പിന്നെ മദീനയിലെ പ്രയാസം, പിന്നെ മദീനയിൽ നിന്ന് നിങ്ങൾ ഇവരോട് പോരാടിയിട്ട് ജയിച്ച ധന്യ നിമിഷങ്ങൾ, ഇത് നിങ്ങൾ പഴയതും പുതിയതും കൂട്ടി എപ്പോഴും ഓർക്കണം. ഖുർആൻ പറഞ്ഞു ഓർക്കണം. ഇതിന്റെ അർത്ഥം ഓർക്കണ്ടാന്ന. ഇതിനാണ് ബദർ അനുസ്മരണം നടത്തുന്നത്. എന്നിട്ട് പറഞ്ഞു എന്തിനാണ് നിങ്ങൾ ഓർക്കുന്നത്? ലഅല്ലക്കും തഷ്കുറൂൻ. അപ്പോഴേ ഈ വലിയ അനുഗ്രഹം ചെയ്തു തന്ന പടച്ചോനോട് നിങ്ങൾക്ക് നന്ദി ഉണ്ടാവുള്ളൂ. ബദരീങ്ങൾ ഓർക്കുമ്പോഴേ ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ പടച്ചോനോട് നന്ദിയുള്ളവരാവുള്ളൂ. പടച്ചോനോടും ബദരീങ്ങളോടും നന്ദി കാണിക്കണമെങ്കിൽ അവരെ ഒന്ന് ഓർക്കണം. സുന്നത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ്, നബി തങ്ങൾ പറഞ്ഞു അല്ലാഹു ബദരീങ്ങളെ നോക്കി. ബദരീങ്ങളിലേക്ക് നോക്കിയിട്ട് അള്ളാഹു പറഞ്ഞ ഒരു വാക്ക് മുത്തുനബി പറയാണ്. അള്ളാഹു ബദരീങ്ങളെ നോക്കിയിട്ട് പറഞ്ഞു എന്ത്? യഅ്മലൂ മാ ശിഅ്തും. അത് ഹദീസാണ്, ഖുർആനല്ല. ഹദീസിൽ യഅ്മലൂ മാ ശിഅ്തും, നിങ്ങൾക്ക് വേണ്ടത് ചെയ്തോളൂ. നമ്മളെ ഭാഷയെ പറഞ്ഞാൽ വേഗം മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. നമ്മൾ പറയല്ലേ ഈ കണ്ടത് കൂട്ടിക്കോ, ആ ഭാഷയാണ് യഅ്മലൂ മാ ശിഅ്തും. മലയാളത്തിൽ നമ്മളൊക്കെ പ്രയോഗിക്കുന്ന ഒരു പ്രയോഗം, പോച്ചത് കാട്ടിക്കോ കണ്ടത് കൂട്ടിക്കോ എന്നൊക്കെ പറയുമല്ലോ നമ്മുടെ മലപ്പുറം ശൈലിയിൽ. ആ പ്രയോഗമാണ് യഅ്മലൂ മാ ശിഅ്തും. ഇതിലും വലിയൊരു അംഗീകാരം ബദരീങ്ങൾക്ക് എന്താ? നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. ഇതിലും വലിയൊരു അംഗീകാരം ഇനി ബദരീങ്ങൾക്ക് കിട്ടാനുണ്ടോ? ഈ കണ്ടത് കൂട്ടാൻ പറ്റുക എപ്പോഴാ? സ്വർഗത്തിലെത്തിയിട്ടില്ലേ? യഅ്മലൂ മാ ശിഅ്തും എന്ന പാസ് കിട്ടുന്നത് സ്വർഗത്തിലാണ്. അവിടെ തക്ലീഫില്ല.
നിയമവിലക്കുകളുടെ കീർത്തനകളില്ല, തക്ലീഫില്ല. പക്ഷേ ഭൂമിയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കണ്ടതുപോലെ ജീവിക്കാം. പ്രതിസന്ധി ഘട്ടത്തിൽ എന്റെ ദീനിനെ നിലനിർത്താൻ വേണ്ടി സമ്പത്തും ജീവനും കൊടുത്ത പ്രിയപ്പെട്ട ബദരീങ്ങളെ, നിങ്ങൾക്കിനി കണ്ടതു ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം, വേണ്ടതുപോലെ പ്രവർത്തിക്കാം എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? നിങ്ങൾ ഇക്കാലം അത്രയും നിസ്കരിച്ചില്ലേ, ഇനി നിങ്ങൾ നിസ്കരിക്കണില്ലേ? വേണ്ട. നിങ്ങൾക്ക് പടച്ചോൻ ഹറാമാക്കി എന്നതിന്റെ പേരിൽ നിങ്ങൾ മദ്യപാനം അവസാനിപ്പിച്ചു, ചൂതാട്ടം അവസാനിപ്പിച്ചു, വ്യഭിചാരം അവസാനിപ്പിച്ചു. ബദറിൽ പങ്കെടുത്ത ബദരീങ്ങളോടല്ല പറയാണ്, ഇഅ്മലൂ മാ ശിഅ്തും. നിങ്ങൾക്ക് മദ്യപിക്കണോ? മദ്യപിക്കാം. നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുണ്ടാവില്ലല്ലേ ഞാൻ ഈ പറയുന്നത്? എന്താ ഈ പറയണത്? അങ്ങനെയാണ് നബി ഇമാം പറഞ്ഞത്. ഇഅ്മലൂ മാ ശിഅ്തും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതാണ്. പക്ഷേ ഈ ഒരാഹ്വാനം അവർ കേട്ടിട്ട് അവർ ഉടുമുണ്ടഴിച്ചിട്ടോ? അവിടെയാണ് നമ്മൾ പഠിക്കേണ്ടത്. നിങ്ങൾക്ക് കണ്ടതുപോലെ ജീവിക്കാം, കുടിക്കണമെങ്കിൽ കുടിക്കാം, പിടിക്കണമെങ്കിൽ പിടിക്കാം, നിസ്കരിക്കണ്ടെങ്കിൽ നിസ്കരിക്കണ്ട എന്നൊക്കെ പറഞ്ഞാൽ ഇവരങ്ങോട്ട് ഉടുമുണ്ട അഴിച്ചിടുന്നവരല്ല. ഇവർക്കൊരു കുഴപ്പം പറ്റൂല. പിന്നെ അള്ളാഹു ഇത് പറഞ്ഞത് അവരോടുള്ള സന്തോഷത്തിന്റെ പാരമ്യം അറിയിക്കാൻ വേണ്ടിയാ. എത്ര കണ്ട് പടച്ചോൻ അവരോട് ഇഷ്ടമുണ്ട് എന്നൊന്ന് അറിയിക്കാൻ വേണ്ടി പറഞ്ഞതാ. നിങ്ങൾക്ക് ഇവിടെ തന്നെ ഞാൻ സ്വർഗാക്കി മാറ്റിയാണ് എന്നുള്ള ആ ഒരു സന്തോഷ വാർത്ത. പക്ഷേ അത് കേട്ടാൽ അവർക്കറിയാം സ്വർഗത്തിലെത്തിയിട്ടേ തക്ലീഫ് എടുത്തു കളയൂ, ഇവിടുന്ന് എടുത്തു കളയൂല. പിന്നെ അള്ളാഹു ഈ പറഞ്ഞത് നമ്മളോടുള്ള സന്തോഷം കൊണ്ട് പറഞ്ഞതാ. പക്ഷെ ഇത് കേട്ടിട്ട് നമ്മൾ ഉടുമുണ്ട് അഴിച്ചിടാൻ പാടില്ല എന്ന് ഇവർക്ക് നല്ല ബോധമുണ്ട്. അതുകൊണ്ടാണ് ഹസനുൽ ബസരി തങ്ങൾ പറഞ്ഞത്, ഇഅ്മലൂ മാ ശിഅ്തും എന്ന് അല്ലാഹ് പാസ് കൊടുത്ത സഹാബത്ത് കറാഹത്ത് പോലും ചെയ്യാറില്ലായിരുന്നു. കാരണം അവർക്കറിയാം ഇത് സന്തോഷം കൊണ്ട് പറഞ്ഞതാ പടച്ചോൻ. നമ്മൾ ഇത് കരുതി എന്ത് ചെയ്യരുത്, മുണ്ടഴിച്ചിടരുത് എന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് ഒരു അപകടവും വന്നില്ല. സൂക്ഷ്മതയോടെ ജീവിച്ചു. ഇതുകൊണ്ടാണ് അല്ലറ ചില്ലറ പ്രശ്നങ്ങളിൽ അവർ ചെയ്തത് തെറ്റല്ലെങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കണം, തെറ്റവർ ചെയ്യാറില്ല. ഹസനുൽ ബസരി പറഞ്ഞു, ഹസനുൽ ബസരി 70 ബദരീങ്ങളെ കണ്ടിട്ടുണ്ട് എന്നാ പറഞ്ഞത്. റഅയ്തു 70 ബദരിയൻ, 70 ബദരീങ്ങൾ ഒരു കറാഹത്ത് പോലും ജീവിതത്തിൽ ചെയ്യാറില്ലായിരുന്നു. പക്ഷെ എന്ത് ചെയ്തു? അവരെ പറ്റി മറ്റുള്ളവർ ചിലപ്പോഴൊക്കെ ആരോപണങ്ങൾ ഉന്നയിച്ചു, അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ട്. അപ്പൊ എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് അവരുടെ കാര്യത്തിൽ പറഞ്ഞത്? അല്ലാഹു യഅ്മലൂ മാ ശിഅ്തും പറഞ്ഞ ടീമാണവർ. നിങ്ങൾ അവരുടെ പിന്നാലെ കൂടരുത്. ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷെ അല്ലാഹു തആല കാര്യത്തിലാണല്ലോ യഅ്മലൂ മാ ശിഅ്തും പറഞ്ഞത്. പക്ഷേ അവരെന്ത് ചെയ്തില്ല? അതിന്റെ അർത്ഥം മനസ്സിലാക്കിയതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. അള്ളാഹിന്റെ റസൂലും ഇങ്ങനെ യഅ്മലൂ മാ ശിഅ്തും പറഞ്ഞിട്ടുണ്ട് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങളോട്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങളോട് ഇതുപോലെ ഇത് ഇഅ്മൽ മാ ശിഅ്ത എന്നല്ല പറഞ്ഞത്, അതേ അർത്ഥത്തിൽ വരുന്ന വേറൊരു വർത്താനം പറഞ്ഞു. അതായത് തബൂക്ക് സമരത്തിലേക്ക് ഫണ്ട് സമാഹരിക്കുക. മുത്തുനബി തബൂക്ക് സമരം എന്ന് പറഞ്ഞാൽ ഗസ്വത്തുൽ ഉസ്റ എന്ന പേരിൽ അറിയപ്പെടുന്ന സമരമാണ്. ഞെരുക്ക സമരം. വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു. അതിന് ഫണ്ട് ഉണ്ടാക്കിയത് 1 ഉറുപ്പിയും 1/2 ഉറുപ്പിയും ദീനാറുകൾ, ദീനാർ നിസ്ഫു ദീനാർ പിരിപ്പിച്ചിട്ടുണ്ടാക്കിയതാണ്. നബി തങ്ങൾ മദീന പള്ളിയിലെ മിമ്പറിൽ കയറി 3ാമത്തെ പടിയിൽ ഇങ്ങനെ നിന്നിട്ട് ചോദിച്ചു, തബൂക്ക് സമരത്തിലേക്ക് പണം ആവശ്യമുണ്ട്. ആയുധം, വാഹനം, ഭക്ഷണം, സമരക്കാർക്ക് ആവശ്യമുള്ളതൊക്കെ വേണം. പക്ഷേ ഫണ്ട് ശുഷ്കിച്ച് കിടക്കുക. ഇസ്ലാമിക ഫണ്ടിലൊന്നുമില്ല. നിങ്ങളൊക്കെ ഉദാരമായി സംഭാവന ചെയ്യണം. റസൂലുള്ള ചോദിച്ച ആരാണ്? 1/2 ദീനാർ തരിക. 1/2 ദീനാർ, 1 ദീനാർ, 1/2 ദിർഹം, 1/2 ദിർഹം, 1 ദിർഹം. ഇതൊക്കെ ഇങ്ങനെ നബിതങ്ങള് ചെറുതും വലുതുമായ ഈ സംഭാവനകള് ഇവരോട് ഇങ്ങനെ പിരിപ്പിച്ചുകൊണ്ടിരിക്കുക. നല്ല സാമ്പത്തിക ടൈറ്റുള്ള നേരുവാണ്. അതുകൊണ്ടാണ് ആ സമരത്തിന് മാത്രം അങ്ങനെ ഒരു പേരുണ്ട്, ഗസ്വത്തുൽ ഉസ്റാം, ഞെരുക്കമുള്ള സമരം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പിരിപ്പിക്കുമ്പോൾ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ
തങ്ങൾ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, അലയ്യ മിഅതു ബഈരിൻ ബിഅഹ്ലാസിഹാ വഅഖ്താബിഹാ യാ റസൂലല്ലാഹ്. നബിയേ, ഒരു 100 ഒട്ടകം എന്റെ വക. അതിനെന്തൊക്കെ സാമഗ്രികളാണോ വേണ്ടത് അത് ഉൾപ്പെടെ. ബിഅഹ്ലാസിഹാ വഅഖ്താബിഹാ. ആ ഒട്ടകത്തിന് സമരക്കളത്തിലേക്ക് പറഞ്ഞേക്കുമ്പോൾ എന്തൊക്കെ വേണം? ആയുധം വേണോ, ഭക്ഷണം വേണോ, പണം വേണോ, അതിനെന്തൊക്കെ വേണ്ടത് അതൊക്കെ ആ കൂട്ടത്തിൽ. 100 ഒട്ടകവും അതിന് വേണ്ട സാധനവും ഞാൻ ഏറ്റവും. ഇതാണ്ട് കേട്ടപ്പോൾ റസൂലുള്ള പരിസരം മറന്നു പോവുക. കാരണം എന്തൊരു സഹായ കിട്ടിയത്, എന്തൊരു സഹായ കിട്ടിയത്. നമ്മളിങ്ങനെ നിങ്ങളുടെ ഈ സ്ഥാപനത്തിൻ്റെ പ്രതിസന്ധി പറഞ്ഞ് ഇവിടെ ഇങ്ങനെ പിരിവെടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ 100 റുപ്യ 200 റുപ്യ അങ്ങനെ പറഞ്ഞപ്പോൾ ഒരാൾ എഴുന്നേറ്റിട്ട് 1,00,000 റുപ്യ ഞാൻ തരാമെന്ന് പറഞ്ഞാൽ എത്ര സന്തോഷം ഉണ്ടാവും. പ്രവർത്തകർക്കും എനിക്കും എത്ര സന്തോഷം ഉണ്ടാവും. അപ്പോൾ ഒരു ദുആ എന്തായാലും നല്ല ചൂടുള്ളത് കിട്ടുമല്ലോ. ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ 100 ഒട്ടകം അങ്ങോട്ട് വാഗ്ദാനം ചെയ്തപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ ഉസ്മാൻ തങ്ങൾക്ക് വേണ്ടി ദുആയിരുന്നു. ഉസ്മാന്റെ സമ്പത്തിനും ഉസ്മാന്റെ ആരോഗ്യത്തിനും ഒക്കെ ദുആയിരുന്നിട്ട് റസൂലുള്ളാഹി 2ാമത്തെ സ്റ്റെപ്പ് കേടിറങ്ങി. മെമ്പറിന്റെ 3ാം പടിയിലാണുള്ളത്. 2ാം സ്റ്റെപ്പിലേക്ക് ഇറങ്ങി. 2ാം സ്റ്റെപ്പിലേക്ക് ഇറങ്ങിയിട്ട് പറഞ്ഞു, അൽഹംദുലില്ലാഹ് ഉസ്മാൻ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, ഇനി ആരാ തരിക എന്ന് ചോദിച്ചു. പിന്നെയും 1 ദീനാർ 1/2 ദീനാർ അതേ തരാൻ പറ്റുള്ളൂ സഹാബത്തിന്. അപ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, അലയ്യ മിഅതാ ബഈർ ബിഅഹ്ലാസിഹാ വഅഖ്താബിഹാ യാ റസൂലല്ലാഹ്. നബിയേ, ഒരു 200 ഒട്ടകം, അതിന് വേണ്ടതൊക്കെ ഞാൻ തരാം. നബി തങ്ങൾ അടുത്ത പടിയിലേക്ക് ഇറങ്ങി. ഉസ്മാൻ തങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തു കൊടുത്തിട്ട് ചോദിച്ചു, ഇനി ആരെങ്കിലും ഉണ്ടോ തരാൻ? ഉസ്മാൻ തങ്ങൾ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, അലയ്യ 300 ബഈർ. നബിയേ, 300 ഒട്ടകം. ബിഅഹ്ലാസിഹാ വഅഖ്താബിഹാ യാ റസൂലല്ലാഹ്. അതിന് വേണ്ടുന്ന എല്ലാ സാമഗ്രികളോടുകൂടെയും ഞാൻ തരാ തങ്ങളെ എന്ന് പറഞ്ഞു. സ്വഹീഹായ ഹദീസായത്. ഞാൻ പറഞ്ഞു വരുന്നത്, നബിതങ്ങൾ ബദരീങ്ങളോട് അല്ലാഹ് എഴുമലൂ മാ ശിഅ്തു എന്ന് പറഞ്ഞപ്പോൾ ആ കൂട്ടത്തിൽ ആരും പെട്ടു? ഉസ്മാൻ തങ്ങളും പെട്ടു. ഉസ്മാൻ തങ്ങൾ ബദറിൽ പങ്കെടുത്തിട്ടില്ല, പക്ഷെ ആരാണ്? ബദരിയാണ്. ചിലരങ്ങനെയാണ്, ബദറിൽ പങ്കെടുക്കാഞ്ഞാൽ തന്നെ ബദരിയും. ബദറിൽ പങ്കെടുക്കാതെ ബദരി എന്ന സ്ഥാനം അള്ളാഹിന്റെ റസൂൽ വകവെച്ചു കൊടുത്ത. ബൈഅത്ത് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് എല്ലാവരും നബിതങ്ങളോട് ബൈഅത്ത് ചെയ്യുമ്പോൾ റസൂലുള്ള സ്വന്തം വലത്തെ കൈ ഇടത്തെ കയ്യിൽ ഇങ്ങനെ അടിച്ചുകൊണ്ട് ബൈഅത്ത് ചെയ്യുമ്പോൾ സയ്യിദുനാ റസൂലുള്ളാഹി പറഞ്ഞു, ഹാദിഹി യദു ഉസ്മാൻ. പ്രതീകാത്മക ബൈഅത്ത് നടക്കുകയാണ്. ഉസ്മാൻ അവിടെ ഇല്ല. ഉസ്മാൻ തങ്ങൾ ഭാര്യനെ ശുശ്രൂഷിക്കാൻ വേണ്ടി വടിയിൽ തങ്ങിയതാണ്. റസൂലുള്ളാഹിന്റെ മകള്, പൊന്നുമകൾ, അതാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ബീവി. അപ്പോൾ അവരെ ചികിത്സിക്കാൻ വേണ്ടി നിന്നതാ. നബിതങ്ങൾ സമരക്കളത്തിൽ ഇദ്ദേഹവും ആത്മാവ് കൊണ്ട് പങ്കെടുത്തിട്ടുണ്ട് എന്ന് വരുത്താൻ ഈ ബൈഅത്ത് ചടങ്ങിൽ നബിതങ്ങൾ പറഞ്ഞു, ഈ കൂട്ടത്തിൽ കൂടേണ്ടിയിരുന്ന ഉസ്മാൻ ബൈഅത്ത് ചെയ്യുന്നു. നബിതങ്ങൾ വലത്തെ കൈ പൊക്കിയിട്ട് ഇടത്തെ കയ്യിൽ ഇങ്ങനെ അടിച്ചു. എന്നിട്ട് ആ വലത്തെ കൈ പൊക്കി പിടിച്ചിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, ഹാദിഹി യദു ഉസ്മാൻ, ഇത് ഉസ്മാന്റെ കൈയാണ്, ഉസ്മാനാണ് എന്നോട് ഇപ്പോൾ ബൈഅത്ത് ചെയ്യുന്നത്. ഒരു പ്രതീകാത്മക ബൈഅത്ത്. സഹാബത്ത് പറയാറുണ്ട്, ഞങ്ങളെ സ്വന്തം കൈ തിരുനബിയുടെ കൈവെള്ളയിൽ വെച്ച് ബൈഅത്ത് ചെയ്തതിനേക്കാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ വലത്തെ കൈ ഉസ്മാൻ തങ്ങളെ തൊട്ട് പ്രതിനിധാനം ചെയ്ത നിമിഷം അതിനെ ഒരു ഖൈറുയദായി ഞങ്ങൾ കണ്ടു. ഏറ്റവും നല്ല കരം, ഉസ്മാന്റെ സ്വന്തം കരം റസൂലുള്ളാഹിന്റെ കയ്യിൽ വെച്ച് ബൈഅത്ത് ചെയ്യുന്നതിനേക്കാൾ പുണ്യമുള്ള ബൈഅത്തായിട്ട് ഞങ്ങൾ അതിനെ കണ്ടു എന്ന് സഹാബത്ത് പറയാൻ. അപ്പോൾ ഈ ബദരീങ്ങളുടെ ലിസ്റ്റിൽ പ്രവേശനമുള്ള ആളാണ്. അതുകൊണ്ട് ആ ബദരീങ്ങളുടെ പേര് വായിക്കുമ്പോൾ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ പേരുണ്ട് അല്ലെ? ബദരീങ്ങളുടെ. അപ്പോൾ ചരിത്രം അറിയുന്ന ഒരാൾ ഉസ്മാൻ തങ്ങൾ ബദറിൽ പങ്കെടുത്തില്ലല്ലോ, പിന്നെ എങ്ങനെ ഈ കൂട്ടത്തിലുണ്ടായതെന്ന് ചോദിച്ചാൽ അതിനുള്ള മറുപടി അത്. കൂട്ടത്തിൽ പങ്കെടുത്തിട്ടില്ലെങ്കിലും സ്ഥാനമുണ്ട്. ബഹുമാനപ്പെട്ട കോയ ഉസ്താദ്, പെരുമുഖം കോയ ഉസ്താദ് പലപ്പോഴും മുതലാളിമാരെ കല്യാണത്തിന് വിളിച്ചാൽ പോകൂലായിരുന്നു. ഒരു വല്ലാത്ത മനുഷ്യനായിരുന്നു. അത് അദ്ദേഹം കാരണം പറയുന്നത്, പല മുതലാളിമാരും വീട്ടിൽ പോകാൻ പറ്റൂല, അവിടെ ഹറാമായ കുറേ കാര്യങ്ങളുണ്ടാവും, ക്ഷണിച്ചാൽ ഉത്തരം ചെയ്യേണ്ടാത്ത കുറേ സാഹചര്യങ്ങൾ അവിടെ ഉണ്ടാവും. അപ്പം അതുകൊണ്ട് മൊത്തം ആ ആചാരമെടുക്ക് പോയി ഈ ആചാരമെടുക്ക് വന്നില്ല എന്ന് തോന്നും വേണ്ട. അപ്പം മൊത്തം ഒരാളുടെ കല്യാണത്തിനും പോകാറില്ലായിരുന്നു. വിളിക്കരുത് എന്ന് പറയും.
എന്നാൽ ഉസ്താദുമായിട്ട് നല്ല അടുപ്പമുള്ള നല്ല ദീനുള്ള ഒരു ആചാര്യം ഒന്ന് കല്യാണത്തിന് വിളിച്ചു. ആ കല്യാണത്തിന് ഉസ്താദിന് പോകാതിരിക്കാൻ വിഷമമുണ്ട് മനസ്സിൽ. കാരണം അത്രയും അടുപ്പാണ് അദ്ദേഹവുമായിട്ട്. അയാൾ നല്ല ദീനിയുമാണ്. അദ്ദേഹത്തിൻ്റെ കല്യാണത്തിന് പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഉസ്താദ് പറഞ്ഞു, എനിക്ക് ഇങ്ങനെ ഒരു മുദ്രാവാക്യമുണ്ട്, ഒറ്റ കല്യാണത്തിനും ഞാൻ പോകാറില്ല, കാരണം പല കല്യാണത്തിനും പോകാൻ പറ്റൂല. പക്ഷെ നിങ്ങളെ കല്യാണത്തിന് വരാൻ ഞാൻ മോശമാണ്, പക്ഷേ നിങ്ങളെ കല്യാണത്തിനായിട്ട് വന്നാലും മോശമാണ്. അപ്പം അതുകൊണ്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളെന്നെ സന്തോഷത്തോടെ വിളിച്ചു, ഞാൻ വന്നില്ലെങ്കിലും കൂടിയെന്ന് കൂട്ടിയാൽ മതി. ഉസ്മാൻ തങ്ങൾ ബദറിൽ പങ്കെടുത്തിട്ടില്ല, പക്ഷേ ബദരിയാട്ടോ എന്ന് പറഞ്ഞു. അയാളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കല്യാണത്തിന് കൂടിയില്ലെങ്കിലും കൂടിയെന്ന് കൂട്ടിയാൽ മതി. അദ്ദേഹത്തിന് അത് മതി. ഞാൻ പറഞ്ഞു വന്നത്, പ്രിയപ്പെട്ട സഹോദര, ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹു 300 ഒട്ടകങ്ങളെ അങ്ങ് വാഗ്ദാനം ചെയ്തതോടുകൂടി അള്ളാഹിന്റെ റസൂല് പരിസരം അങ്ങ് മറന്നു, ഇറങ്ങി വന്നു. സദസ്സിലേക്ക് ഇറങ്ങി വന്നിട്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, മാ അലാ ഉസ്മാൻ മാ അമില ബഅദ ഹാദിഹി വമാ അലാ ഉസ്മാൻ മാ അമില ബഅദ ഹാദിഹി വമാ അലാ ഉസ്മാൻ മാ അമില ബഅദ ഹാദിഹി. ഹബീബ് റസൂലുള്ളാഹി. എന്താണ് ആ പറഞ്ഞ വാക്കിന്റെ അർത്ഥം? മാ അലാ ഉസ്മാൻ, ഉസ്മാന്റെ മേൽ പ്രതികൂലമായി ബാധിക്കില്ല, ഉസ്മാന്റെ മേൽ പ്രതികൂലമായി ബാധിക്കില്ല. മാ അമില ബഅദ ഹാദിഹി, ഇത്രയും കനത്ത സംഭാവന ദീനിന്റെ ഫണ്ടിലേക്ക് തന്നതിന്റെ ശേഷം ബഅദ ഹാദിഹി മാ അമില, ഉസ്മാൻ എന്തു ചെയ്താലും എന്തു തെറ്റ് ചെയ്താലും അത് ഉസ്മാനെ ബാധിക്കൂല. സയ്യിദുനാ റസൂലുള്ളാഹി മാ അലാ ഉസ്മാൻ മാ അമില ബഅദ ഹാദിഹി. ഇനി ഉസ്മാൻ എന്ത് തെറ്റ് ചെയ്താലും പടച്ചോൻ അതിന്റെ പേരിൽ ഉസ്മാനെ ശിക്ഷിക്കൂല. അത്രയും വലിയൊരു സംഭാവനയാണ് ദീനിന് വേണ്ടി നൽകിയത്. എന്തേ ഇപ്പോൾ ഉസ്മാൻ തങ്ങളോടും നബി തങ്ങൾ ഇങ്ങനെ പറഞ്ഞു? അല്ല പറയും പോലെ അല്ലല്ലോ നബി തങ്ങൾ പറയണല്ലേ. കാരണം നബി തങ്ങൾക്കറിയാം അത് പറയാൻ പറ്റുന്ന ആളോടാ പറയുന്നത്. അല്ല ബദരീങ്ങളോട് പറഞ്ഞതുപോലെ ബദരീങ്ങളോട് അത് പറഞ്ഞു എന്ന് കരുതി ബദരീങ്ങൾ പിടുത്തം വിടൂല എന്ന് അള്ളാഹ്ക്കറിയാം. അതുകൊണ്ടാ പറഞ്ഞു. എന്നോടും നിങ്ങളോടും ഒക്കെ, ബദരീങ്ങളോട് ഇപ്പൊ ബദറിന്റെ ശേഷം മരിക്കോളും യുമലും ആഷിത്തും പറഞ്ഞു, അവർ പിടുത്തം വിട്ടിട്ടില്ല. നമ്മൾക്ക് എന്നും വേണ്ട, ജീവിതത്തിൽ 1.5 മണിക്കൂർ സമയം അള്ളാഹു എഴുമലും ആഷിത്തുന്ന് നമ്മളോടൊന്ന് പറഞ്ഞു നോക്കണ്ടേ അല്ലേ? കാര്യത്തിൽ പടച്ചോനെ എഴുമലും ആഷിത്തും നമ്മളോടൊന്ന് പറഞ്ഞു നോക്കണ്ടേ? ഞാനും നിങ്ങളും കാട്ടിക്കൂട്ടുന്ന വികൃതികൾ എന്തൊക്കെയായിരിക്കും? അള്ള പൊരുത്തപ്പെട്ടുകൊണ്ട് കൊടുക്കണം. അവിടെയാണ് ബദരീങ്ങളെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഖഫാഹും ലഹും നസ്സുൽ കിതാബി വസുന്നതി, കിതാബിന്റെയും സുന്നത്തിന്റെയും ഈ ഗുഡ് സർട്ടിഫിക്കറ്റ് തന്നെ മതി ഇവർക്ക്. ധാരാളം ഫളലായിട്ട് ഇവരുടെ ശ്രേഷ്ഠത, ഇവരുടെ മഹത്വം അത് തന്നെ മതി.